കഴിഞ്ഞാൽ പ്രാതസ്മരണീയന്മാരായ ഭക്തന്മാരെ നമസ്കരിക്കാറുണ്ട്. പ്രഹ്ലാദ, നാരദ, പരാശര, പുണ്ടരീക, വ്യാസാംബരീഷ, ശുക, ശൗനക, ഭീഷ്മദാഭ്യാൻ, രുക്മാംഗദ, അർജുന, വസിഷ്ഠ, വിഭീഷണാദീൻ പുണ്യാനിമാൻ പരമഭാഗവതാൻ സ്മരാമി. ഈ പരമഭാഗവതന്മാരെ നമസ്കരിക്കുന്ന സമയത്ത് ആദ്യം ശിഷ്യനായ പ്രഹ്ലാദനെ നമസ്കരിച്ചു. ഇത് ഗുരുനാഥന്റെ മഹത്വമാണ് കാണിച്ചു തരുന്നത്. യഥാർത്ഥ ഗുരുനാഥൻ ശിഷ്യനെ തന്നേക്കാൾ ഉയരത്തിലെത്തിച്ചിട്ട് അതിൽ സന്തോഷിക്കും. ഗുരുനാഥന്മാരൊക്കെ പറയാറില്ലേ, ഞാൻ പഠിപ്പിച്ച കുട്ടിയാ, കണ്ടില്ലേ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത്. അത് ഗുരുനാഥനെ സംബന്ധിച്ച് അത് ഒരു മഹത്വമായിട്ടുള്ള കാര്യമാണ്. ശ്രീനാരദ മഹർഷി പ്രഹ്ലാദന്റെ ഭക്തിയെ വാർത്തെടുത്ത സദ്ഗുരുനാഥൻ തന്നേക്കാൾ ഒരു പടി മുന്നിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇതാ ഭക്ത പ്രഹ്ലാദൻ നരസിംഹസ്വാമിയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ബ്രഹ്മാദയ സുരഗണാമുനയോധ സിദ്ധാ സത്വൈകതാനമതയോ വചസാം പ്രവാഹൈ. ഇവിടെ ദേവന്മാരുടെ വാക്കുകളെ കൊണ്ടുള്ള ഒരു പ്രവാഹം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഗംഭീരായിട്ട് ദേവന്മാരൊക്കെ സ്തുതിച്ചു. ഓരോ ശ്ലോകം ചൊല്ലിയിട്ടാ സ്തുതിച്ചത്. എല്ലാ ദേവന്മാരും വന്നു ചോദിച്ചാൽ ഒരു ദേവൻ വന്നില്ല എന്നാണ്. അഗ്നിദേവൻ കുറച്ച് അഹങ്കാരത്തോടു കൂടി നിന്നു. എൻ്റെ അത്രയൊന്നും ശക്തി ഈ നരസിംഹമൂർത്തിക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് സ്തുതിക്കാതെ ഇരുന്നു എന്നാണ്. അപ്പോഴാണ് വിഷ്ണുമൂർത്തി എന്നാ പിന്നെ ഈ അഗ്നിദേവന്റെ അഹങ്കാരം ഒന്ന് തീർത്തിട്ട് കളയാമെന്ന് പറഞ്ഞിട്ടാണ് അഗ്നിയുടെ അഹങ്കാരം തീർത്തു കൊടുക്കുന്നത്. അതാണ് നമ്മൾ മേലേരിയൊക്കെ ആയിട്ട് ആ അഗ്നിയോട് ഭഗവാൻ യുദ്ധം ചെയ്ത് അഗ്നിയെ പരാജയപ്പെടുത്തിയിട്ടാണ് പിന്നീട് ഹിരണ്യകശിപുവിനെയൊക്കെ ഭഗവാൻ നിഗ്രഹിക്കുന്നത്. ഇവിടെ ദേവന്മാരൊക്കെ ഭഗവാനെ സ്തുതിച്ചു. പക്ഷേ എന്നിട്ടൊന്നും ഭഗവാന് സന്തോഷമില്ല. അസുരകുലജാതനായ ഈ പ്രഹ്ലാദൻ സ്തുതിച്ചാൽ അങ്ങേക്ക് സന്തോഷമാവോ എന്നൊരു സംശയം പ്രഹ്ലാദനുണ്ടായിരുന്നു. ഈ സംശയം ഇത് ഭക്തിയുടെ ലക്ഷണമാണ്. ഭക്തി ഉണ്ട് എന്നൊരാൾ പറയുമ്പോൾ എന്താ അർത്ഥം? ഭക്തി കുറവാണെന്നാണ്. എനിക്കെല്ലാം അറിയാമെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് എന്തോ അറിയില്ല എന്നാണ് അർത്ഥം. ഇവിടെ വിനയത്തിന്റെ കിരീടം ധരിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചത്. കിം തോഷ്ടുമരഹതി സമേ ഹരിരുഗ്രജാതെ എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രഹ്ലാദന്റെ അന്തരംഗത്തിൽ അതിനുള്ള മറുപടിയും കൂടി ഭഗവാൻ കൊടുത്തു. അത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. മന്യേധനാഭിജന രൂപതപശ്രുതൗജസ്തേജ പ്രഭാവബല പൗരുഷ ബുദ്ധിയോഗാ. മനുഷ്യർക്ക് അനേകം ഗുണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വലിയൊരു കുടുംബത്തിൽ